let x be a random variable with a probability density function f of x equal to cx square modulus x less than or equal to 1 equal to 0 otherwise. Find the constant c. ഫൈൻഡ് ഇ ഓഫ് എക്സ് ആൻഡ് വി ഓഫ് എക്സ്. ഇ ഓഫ് എക്സ് എന്ന് വെച്ചാൽ മീൻ ആണ്, വി ഓഫ് എക്സ് എന്ന് വെച്ചാൽ വേരിയൻസ് ആണ് കേട്ടോ. ഫൈൻഡ് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2. ഇവിടെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. ഇത് മൊഡ്യൂൾ 2 ആണ്. അപ്പോൾ മൊഡ്യൂൾ 2 വരുമ്പം ഇത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1 ആണ് കേട്ടോ. ഇവിടെ നമ്മൾ മൊഡ്യൂൾ 1 എല്ലാ പ്രോബിലിറ്റിയും കൂടെ ആഡ് ചെയ്താൽ 1 വരും. ഇതിൽ -1നും 1നും ഇടയിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ആണ് ചെയ്യുന്നത്. ഇൻ്റഗ്രൽ -1 ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിക്ക് പകരം ഇവിടെ f (x) എന്താ cx സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എക്സിൻ്റെ ലിമിറ്റ് -1 to 1 ആണ്. അപ്പോൾ -1 to 1 കൊടുക്കുക. f(x)ന് പകരം cx സ്ക്വയർ കൊടുക്കുക, dx കൊടുക്കുക, ഈക്വൽ ടു 1. ഇനി എക്സ് സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x³ 3 -1 to 1 ഈക്വൽ ടു 1. c/3 അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 കിട്ടും, ലോവർ ലിമിറ്റ് -1 ഹോൾ ക്യൂബ് ഈക്വൽ ടു 1 വരും. c/3 1 + 1 ഈക്വൽ ടു 1. ഇത് 2/3 ഈക്വൽ ടു 1 കിട്ടും. c എന്ന് വെച്ചാൽ 3/2. ഇനി മീൻ എന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ 1 നമ്മൾ സിഗ്മ എക്സ് f of x ആയിരുന്നു വന്നിരുന്നത്. പക്ഷേ ഇവിടെ സിഗ്മയ്ക്ക് പകരം ഇൻ്റഗ്രൽ -∞ ടു ∞ x f of x ആണ്. ഇവിടെ f of x cx². c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3/2 വന്നില്ല, 3/2 x² dx ആണ്. അപ്പോൾ അത് എഴുതുമ്പോൾ നമ്മൾ ലിമിറ്റ് -1 to 1 എഴുതണം, നേരത്തെ പോലെ തന്നെ. അപ്പോൾ ഇവിടെ f of x equal to cx², ഇത് വരുമ്പോൾ 3/2 ഇത് എഴുതുക. x ഇൻറ്റു x² മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x³ പകരം x³ ഇൻ്റഗ്രേഷൻ x⁴/4 വരും. ഇനി ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി ഈവൻ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ അറിയാവുന്നവരാണെങ്കിൽ ഇത് -1 to 1 വരുമ്പോൾ -a to a വരുമ്പോൾ ഈവൻ ആണെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രേഷൻ 0 ആയിരിക്കും. അപ്പോൾ നേരെ തന്നെ അത് അപ്ലൈ ചെയ്യാം കേട്ടോ. അതറിയില്ലെങ്കിൽ നേരെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പം അത് 0 കിട്ടും. ഇനി വി ഓഫ് എക്സ്, വേരിയൻസിൻ്റെ ഫോർമുല ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. ഇ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ഓഫ് എക്സ് വരുമ്പം ഇവിടെ എക്സ് ആയിരുന്നു, ഇ ഓഫ് എക്സ് സ്ക്വയർ വരുമ്പോൾ ഇവിടെ എന്താണോ ഇത് എഴുതുക. എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് ആണ്. ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി x² ഇൻറ്റു f of x 3/2 x² എഴുതുക. x² മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x⁴ വരും. x⁴ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x⁵/5 ലിമിറ്റ് 1ഉം -1ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് 3/5 കിട്ടും. ഇനി ഇ ഓഫ് എക്സ് സ്ക്വയർ ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇ ഓഫ് വേരിയൻസ് കിട്ടണമെങ്കിൽ ഇ ഓഫ് എക്സ് നേരത്തെ 0 കിട്ടിയില്ലേ, അത് സ്ക്വയർ ചെയ്തിട്ട് നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3/5 കിട്ടും. ഇനി പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2, ഇത് വേണ്ടിയിട്ട് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബിലിറ്റി കാണാൻ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോബിലിറ്റിക്ക് പകരം ഇൻ്റഗ്രൽ സൈൻ കൊടുക്കാം. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലെ ലിമിറ്റാണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ 1/2 എക്സ്, ഇപ്പോൾ a ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി എന്നാണെങ്കിൽ നമ്മൾ a to b എന്ന് കൊടുക്കും. ഇവിടെ പ്രോബിലിറ്റി കാണാൻ പറഞ്ഞാൽ ഇവിടെ ഇൻ്റഗ്രേഷനാണ്. നമ്മൾ മൊഡ്യൂൾ 1 പ്രോബിലിറ്റി കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റിൻ്റെ ഉള്ളിലുള്ളത് നമ്മൾ ആഡാണ് ചെയ്യുക. ഇവിടെ 1/2 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 എന്ന് വെച്ചാൽ ഈ സൈൻ ഇവിടെ 1/2 ചെറുതാണ്. അപ്പോൾ 1/2 ലോവർ ലിമിറ്റ് വരും. അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1/2-നേക്കാൾ കൂടുതലുള്ള എല്ലാ വാല്യൂവും വരും. അപ്പോൾ എല്ലാം വരുമ്പോൾ ഏറ്റവും കൂടിയ വാല്യൂ എന്ന് വെച്ചാൽ ഇൻഫിനിറ്റിയാണ്. പക്ഷേ f of x എന്ന് പറഞ്ഞാൽ 3/2 x² dxൻ്റെ അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ -1 to 1 ആണ്. 1 ആണ് അപ്പർ ലിമിറ്റ്. അപ്പോൾ നമുക്ക് 1/2 കൊടുക്കാൻ പാടുള്ളൂ. 1 വരെ ഉള്ളൂ ഈ ഫംഗ്ഷൻ. അപ്പോൾ അതേപോലെ തന്നെ x² ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x³ കൊടുക്കുക. അപ്പർ ലിമിറ്റ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ലോവർ ലിമിറ്റ് 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് കിട്ടും കേട്ടോ. ഇനി ഇതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. അതിൻ്റെ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് പി ഓഫ് എക്സ് kx², 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0 elsewhere. ഇതേപോലെ തന്നെ കെ കാണാം, അതിൻ്റെ മീനും വേരിയൻസും ഒക്കെ കണ്ടു നോക്കാം കേട്ടോ. ഇത് ചെയ്യാം.